ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിന് അടുത്ത ഭാഗമായിട്ടാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടേക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത് സ്പീഡ് ബോട്ടിലെ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് കുറച്ചൊന്ന് വീതിയുള്ള വേമ്പനാട് കായലിലെത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഓടിക്കാനൊക്കെ പുള്ളി അവസരം തന്നായിരുന്നു. അതാണ് കണ്ടത്. അങ്ങനെ നമുക്കും ഇതേപോലെ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് ഇത് വന്നപ്പോൾ നമ്മൾ കയറുകയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് സ്പീഡ് ബോട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. സ്പീഡ് ബോട്ടിലെ ആ റൈഡും അത്യാവശ്യം നല്ലൊരു അനുഭവമാണ്. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ 6 പേരാണ് സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ പോയത്. ബാക്കി ആരും വന്നില്ല. ഇതാണ് സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 7 പേർക്ക് വരെ പോകാവുന്ന സ്പീഡ് ബോട്ടാണ്. കൊച്ചിനെ ഞങ്ങൾ പിടിക്കണ്ടേ? ഒരാളെ കൊണ്ടുപോകില്ലേ? നമുക്ക് പറക്കാം. പറപ്പിച്ച് വിടും പാപ്പ. ഒരാൾക്കൊറ്റ കൊമ്പ 1000 രൂപ. 1000 രൂപ ഒരാൾക്ക് 1000 രൂപ വെച്ചെടുക്കും. മൊത്തം 1000 രൂപ. 3 രൂപ 1000 രൂപ. അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല, എങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ആ ഒരു അനുഭവം മനസ്സിലാവുമെന്ന് വിചാരിക്കും.
ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് റേറ്റ് വരുന്നത് 10 മിനിറ്റാണ് ഈ സ്പീഡ് ബോട്ട് കയറ്റുന്നത്. ഒരാൾക്ക് 300 രൂപയാണ്. 3 പേര് താഴെയാണെങ്കിൽ ഒരു ബോട്ടിനാണ് റേറ്റിന് 1000 രൂപ. അങ്ങനെയാണ് ഇതിനകത്ത് റേറ്റ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ 10 മിനിറ്റും കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി നേരെ നമ്മുടെ ബോട്ടിൽ കയറി. അപ്പോൾ ബോട്ട് ലഞ്ച് ബ്രേക്കിന് വേണ്ടി ഹാൾട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ. വീഡിയോ തീർന്നിട്ടില്ല, ഇച്ചിരിയും കൂടി ഉണ്ട്, അതുവരെയും കാണുക. നമ്മൾ പോയ സമയത്ത് വിഷു കഴിഞ്ഞുകൊണ്ടായതുകൊണ്ട് കൃഷി തുടങ്ങിയിട്ടില്ല. ഓൾറെഡി വറ്റിച്ചിട്ടേക്കണേണ്. ഇനി അതിനകത്ത് വെള്ളം കയറ്റി നിറച്ചിട്ടാണ് അടുത്ത കൃഷി ആരംഭിക്കുന്നത്.